ചെറിയ ഒരു ട്രിക്ക് കൊണ്ട് നമ്മൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നേടാം. ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്, ഗെറ്റ് മോർ സബ്സ്ക്രൈബേഴ്സ്. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് മുഖ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് സബ്സ്ക്രൈബേഴ്സ്. അതെല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം ഫുൾ മോണിറ്റൈസേഷന്. അപ്പോൾ ഏതൊരു പുതിയ ചാനൽ തുടങ്ങുന്നവരുടെയും തലവേദന എങ്ങനെ നമ്മൾക്ക് ആരെയും അറിയാതെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ക്രൈറ്റീരിയ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര നല്ല വീഡിയോസ് നമ്മൾ ഇട്ടാലും, നല്ല കണ്ടൻറ് ഇട്ടാലും നമ്മളുടെ ചാനലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് തീർച്ചയായും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് നോക്കിയാണ് എല്ലാവരും നമ്മളുടെ ചാനലിനെ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാകും, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. എന്തൊക്കെ ചെയ്താലും നമ്മുടെ വ്യൂസ് വന്നിട്ട് പുതിയ ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ വളരെ താഴോട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് മുകളിലോട്ട് പെട്ടെന്ന് കയറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട്. അപ്പോൾ ചെറിയൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ വളരെ സന്തോഷമായി, വളരെ നല്ല കാര്യം. അപ്പോൾ അതിനായി നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാൽ അതുവഴി നമ്മൾക്ക് ആ വീഡിയോയിൻ്റെ നമ്മൾ വൈറലാക്കിയ വീഡിയോയുടെ ഇംപ്രഷൻസ് വന്ന് യൂട്യൂബ് തന്നെ ഒരുപാട് പേരുടെ മുമ്പിലോട്ട് കൊണ്ടുപോയാൽ നമ്മൾക്ക് അതുവഴി ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് അവർ നമ്മളുടെ ഫാമിലിയുടെ ഒരു അംഗമായിട്ട് മാറുകയും ചെയ്യും. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഓർഗാനിക്കായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്നും ഇംപ്രഷൻസ് പോയിട്ട് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് നോക്കി, അത് ഒട്ടും വൈറലാകുന്നുമില്ല, അങ്ങനെയും സബ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് 1000 തികയ്ക്കുക എന്നൊരു ക്രൈറ്റീരിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1-2 ട്രിക്കുകൾ, പൊടിക്കൈകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്, എങ്ങനെ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാം, അതിന് എന്ത് വഴികളൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിൻ്റെ താഴെ തന്നെ ഇതുമായിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട്, സാധാരണ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് താഴെ ഒരുപാട് പേര് ഇങ്ങനെ കമൻസ്, ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് കമൻസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ കമൻസ് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടോ? അത് വലിയ ചാനലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ കമൻസ് ആരും കാണത്തു പോലും ഇല്ല അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കമൻസിൽ എവിടെയും നമ്മളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും കോപ്പിയോ പേസ്റ്റോ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ചാനലിന് വലിയ പ്രശ്നമാണ്. യൂട്യൂബ് വന്നിട്ട് അതിനെ സ്പാം ആക്കി കണക്കാക്കി നമ്മളുടെ ചാനലിന് തന്നെ അത് വളരെയധികം ദോഷമുണ്ടാക്കും. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ലിങ്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും കമൻസിൽ കൂടി ഇത് വന്നിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ആരുമായിട്ടും. പിന്നെ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ചാനലിൻ്റെ ഒരു കാര്യവും പറയാതെ എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയ ചാനലുകൾ ഏതാണെന്ന് നമ്മൾ നോക്കുക. ചെറിയ ചാനലാകുമ്പോൾ അവർ വന്നിട്ട് നമ്മൾ കമൻസ് ഇട്ടാൽ അവർ പെട്ടെന്ന് തന്നെ നമ്മളുടെ കമൻസ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മറുപടിയും തരും, നമ്മളുടെ ഉദ്ദേശവും നടക്കും. എന്താണ് ആ ഉദ്ദേശം? അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചാനലിൻ്റെ ഐക്കണിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ അവരുടെ ചാനലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ, അതായത് ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ നല്ലൊരു കമൻറ്റ്, പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിലായിട്ടൊരു കമൻറ്റ് കൊടുക്കണം. അല്ലാതെ വന്നിട്ട് ആ ചാനൽ ഓടിപ്പോയി തിരിച്ചു വരൂ, കാണൂ, സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബാഡ് പ്രാക്ടീസായിട്ട് മാറും. അതായത് സബ്ബിനായിട്ട് ഇതെല്ലാവരും വരുന്ന ഒരു ചാനലാണെന്ന് പറഞ്ഞ് ആ ചാനലിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് അത് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യരുത്. ആ വീഡിയോനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ അഭിപ്രായം പറയുമ്പോൾ അവർക്ക് നല്ല ഒരു സന്തോഷം തോന്നും, അല്ലെ തിരിച്ച് നമ്മൾക്കും അങ്ങനെ ആണ് അല്ലേ. നമ്മളുടെ വീഡിയോസിനെ കുറിച്ചിട്ട് അടുത്തവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും നല്ല കമൻസൊക്കെ പറയുമ്പോൾ നമ്മൾക്കും വളരെയധികം സന്തോഷം തോന്നും. അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവിധാനം എല്ലാ ചെറിയ ചാനലുകാർക്കും ആവശ്യമാണ്. തുടക്കത്തിൽ ഞാനും
എൻ്റെ പ്രധാനപ്പെട്ട ചാനലിന് ഇതുപോലെയൊക്കെ ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സക്സസ് കിട്ടാനായിട്ട് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പയറ്റി നോക്കാറുണ്ട്. അപ്പോൾ അതിൽ ജെനുവിൻ ആയിട്ടും വിജയിക്കാൻ ഏറെ സാധ്യതയുമുള്ള കാര്യമാണ് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം. അപ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഹൈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള, ഇപ്പോൾ നമ്മുടെ ഒരു ചാനൽ വന്നിട്ട് കുക്കിംഗ് ചാനലാണെന്ന് വെക്കുക. അപ്പം ഇതുപോലെ ഹൈ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുക്കിംഗ് ചാനലിൻ്റെ വീഡിയോസിൽ നമ്മൾ പോയിട്ട് ആ വീഡിയോസിന് താഴെ നല്ല നല്ല കമൻസ് വന്നിട്ട് വേറെ ചാനലുകാർ ഇട്ടതും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലും അങ്ങനത്തെ സബ്ബാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അവർ തിരിച്ചും വരും. പിന്നെ നമ്മളുടെ റെസിപ്പീസ് കുക്കിങ്ങും ഒക്കെ അവരും കാണും. അപ്പോൾ അതുവഴി നമ്മൾക്ക് അവരുമായിട്ട് നല്ല ഒരു ബന്ധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അവിടെ വരുന്ന സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതൊരു നല്ല വഴിയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ബ് വന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വഴിയിലൂടെ തുടക്കക്കാർക്ക് പോലും തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ ട്രിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ ഈ കാര്യം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വന്ന് ക്യാഷ് കൊടുത്തിട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആക്കാം. പക്ഷേ അതിനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് വെറുതെ നമ്മളുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്രൈറ്റീരിയ പൂർത്തീകരിക്കാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഉള്ള ഉദ്ദേശം മാത്രമേ അതിൽ നിന്നും നടക്കാറുള്ളൂ. പക്ഷേ അവർ വന്നിട്ട് നമ്മളുടെ ചാനലിലത്തെ കണ്ടൻറ്റ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നോ, അവർ വന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കി നമ്മുടെ വാച്ച് അവേഴ്സ് കൂടുന്നോ, വ്യൂസൊക്കെ കൂടുന്നത് പോലെയുള്ള യാതൊരു പ്രയോജനവും നമുക്ക് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും കിട്ടാറില്ല. അത് മാത്രവുമല്ല, നമ്മളുടെ ചാനൽ ഇപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് ചേരുമ്പോഴേക്കും നാളെ ഒരു കാലം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടും അല്ലേ. അങ്ങനെ മോണിറ്റൈസ് ആയതിനു ശേഷം നമുക്ക് വരുന്ന വ്യൂസ് ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ടൊക്കെ വാങ്ങിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വഴിയാണെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഏർണിങ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. എത്ര വ്യൂസ് കിട്ടുന്നു, എത്ര സബ്സ്ക്രൈബേഴ്സ് കാണുന്നു, അതുപോലെയായിരിക്കും നമ്മളുടെ നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വ്യൂവേഴ്സ് ഇങ്ങനെ വാങ്ങിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വഴി വളരെ വ്യൂസ് കുറവായിട്ടേ നമ്മളുടെ ചാനലിന് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ തീർക്കാനായിട്ട് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ജെനുവിനായിട്ട് ഉള്ള സബ്സ്ക്രൈബേഴ്സ് വഴി മാത്രമേ നമ്മുടെ ചാനലിന് ഏതെങ്കിലും ഗ്രോത്ത് ഉണ്ടാകാറുള്ളൂ. അപ്പം തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ ഈ ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും തികയ്ക്കുക, എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസേഷൻ ആക്കുക. അങ്ങനെ മോണിറ്റൈസ് ആക്കുന്നതോടെ പലരും എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അതോടെ എല്ലാ ജോലിയും നമ്മൾ പൂർത്തീകരിച്ചു, ഇനിയിപ്പോൾ യാതൊരു പ്രശ്നമില്ല, എന്താ ചാനലൊക്കെ മോണിറ്റൈസ് ആയല്ലോ എന്ന്. അതല്ല, ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട ഏർണിങ്സ് ഒക്കെ വരാനുണ്ട് മോണിറ്റൈസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ചാനൽ വളർത്തിക്കൊണ്ട് വരണം, അല്ലെ നല്ലൊരു ക്രിയേറ്ററായിട്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഓർഗാനിക്കായിട്ട് വളരുന്ന ആൾ, അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഭാവിയിൽ നമ്മളെ ഇന്നും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതുവഴി നമ്മൾക്ക് ചാനലിന് നല്ല ഗ്രോത്ത് കിട്ടുകയും നമ്മൾ വിജയത്തിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ എന്നും ഞാൻ ഒരേ കാര്യം തന്നെ, അതിൻ്റെ ഒരുപാട് വ്യത്യസ്ത കോണുകളിലുള്ള പോയിൻറ്റ്സാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ വാച്ച് അവേഴ്സ്, വ്യൂസ്, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, കമൻസ്. ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലാകും, വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോസ് വഴിയും ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയാത്ത കാര്യം വന്നിട്ട് ഈ ടെക്കി ലേഡി എന്ന് പറയുന്നത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. അത് തുടങ്ങിയിട്ട് അധികം ദിവസങ്ങളായില്ല. ഇത് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓർഗാനിക്കായിട്ട് മാത്രം ഗ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയൊക്കെ പറയാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ സ്വന്തം ചാനലിൽ ഇത്രയും സബ്ബേ ഉള്ളൂ, ഇത്രയും വാച്ച് അവേഴ്സ്. അങ്ങനെയല്ല, എനിക്കതൊക്കെയുള്ള വേറെ ചാനലുകൾ മെയിനായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചാനൽ വഴി അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ കണ്ടൻറ്റൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും എന്നും രാവിലെ 9 മണിക്കാണ് നമ്മൾ കണ്ടുമുട്ടേണ്ട സമയം. അപ്പോൾ കൂട്ടുകാരെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും വളരെ നല്ല കമൻസൊക്കെയാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു ഫാമിലിയെ പോലെ, ഒരു ചേച്ചിയെ പോലെ കണ്ടിട്ടാണ് എനിക്ക് പ്രോത്സാഹനം തരുന്നത്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്.
ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാം. ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മൾക്ക് മീറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.